ഇന്ന് നമ്മൾ ചക്കയാണ് ഉണ്ടാക്കാൻ വന്നേ. വൈകുന്നേരം 4 മണിക്കത്തേന് പകുതി ചക്ക, ഫുള്ളില്ല കേട്ടോ, ഒരു ചക്കയുടെ പകുതിയാണുള്ളത്. ഇത് മതി, ഒരെണ്ണം പഴിഞ്ഞാൽ ഒത്തിരി ആകും. ഇതേണ്ടേ, നമുക്ക് ചുളയെടുക്കാം. കട്ടി കുറഞ്ഞ ചക്കയാണ്, പക്ഷേ ഇത് വറുക്കാൻ നല്ല സൂപ്പറാട്ടോ. കനം കുറഞ്ഞ ചക്കയാണ് എപ്പോഴും വറുക്കാൻ നല്ലത്. നമ്മളെല്ലാം ചെറിയ പീസാക്കി വെച്ചു. ഇനി എല്ലാം ചുളയെടുക്കാം. ഇച്ചിരി ചെറിയ ചുളയാണ് കേട്ടോ, എടുക്കാൻ ഇച്ചിരി പാടാണ്. ദേ കണ്ടോ, ഞാൻ ചുളയെല്ലാം ഇത് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നാക്കി എടുക്കണം. ഇതിനകത്ത് കുരുവുണ്ട്, അത് മാറ്റണം. പിന്നെ ഇതുണ്ട്, ഇതൊക്കെ മാറ്റി അരിഞ്ഞെടുക്കണം. ഇത് ചക്ക എല്ലാം അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം പകുതി വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് വെക്കാനുള്ള കുക്കറിലാക്കി വെച്ചു. അപ്പോൾ അതേ ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ടു. അപ്പോൾ അതിന് വേണ്ട അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ, 2 തണ്ട് കറിവേപ്പില അവിടെ പറമ്പിൽ തന്നെ കേട്ടോ, അവിടെ മുറ്റത്തുണ്ട്. പിന്നെ കുറച്ച് കാന്താരി, അത് ചെറിയ ചെറുള്ളി കുറച്ച്, 3 വലിയ വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി. ചക്ക ഇപ്പം ഞാനിത് നാടൻ രീതിയിലാണ് വെക്കുന്നത്. 2 രീതിയിൽ വയ്ക്കാം ചക്ക. ഒന്ന് ചക്ക ഒലത്തി എടുക്കുന്നുണ്ട്, ഇതിപ്പോൾ നാടൻ രീതിയിൽ തേങ്ങ ചേർത്ത്. മറ്റേ ഞാൻ പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. ഇത് നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത്. നമുക്കിനി അരപ്പിട്ട് കൊടുക്കാവേ. തേങ്ങ ഒത്തിരി അരയുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ ആദ്യം ഇട്ടായിരുന്നു. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അരപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ചക്ക നമുക്ക് ഇളക്കി കൊടുക്കാം. ചക്ക റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചക്കപ്പുഴുത്തൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചക്കപ്പുഴുക്കിനൊരു മുളക് സമ്മതി റെഡിയാക്കാം. കാന്താരി, നാല് ചെറുള്ളി, ഉപ്പ്. നമുക്കിനി അത് ഇടിച്ചോണ്ട് വരാം. സമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല എരിയുള്ള മുളകാണ്. ഇതുണ്ടോ, വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ തേങ്ങ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.